കളം ഗാവൽ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നതും വിനായകൻ, മമ്മൂക്ക, രതീഷ് വിജയൻ, ഗായത്രി അരുൺ, അസീസ് നെടുമങ്ങാട്, സുധി രാമചന്ദ്രൻ എന്നിവരാണ്. പടം ഡയറക്റ്റ് ജിത്തിൻ കെ ജോസ്. ഇന്ത്യൻ റൈറ്റിംഗ് കൂടുതൽ റൈറ്റിംഗ് ജിഷ്ണു ശ്രീകുമാർ എന്ന് പറയുന്ന ആളാണ് ചെയ്തിട്ടുണ്ട്. പടം എഴുതിയിരിക്കുന്നത് പ്രവീൺ പ്രഭാകർ, കളറിസ്റ്റ് ലിജു പ്രഭാകർ, സിനിമാറ്റോഗ്രഫി ബൈ ഫൈസൽ അലി, മേക്കപ്പ് കോസ്റ്റ്യൂം ഡിസൈനിങ് അഭിജിത്ത്, മേക്കപ്പ് ഓക്കെ ജോർജ് സെബാസ്റ്റ്യൻ, പിന്നെ ഡയറക്ഷൻ ആക്ഷൻ സന്തോഷ്, മ്യൂസിക് ബൈ മുജീബ് മജീദ്. പടം കണ്ടുപിടിച്ച പോലീസ് സാധനമാണ് വേറെ ലെവല്. പൊളി എന്ന് പറഞ്ഞാൽ വെറും മാസല്ല, കൊലമാസ് പടം എന്ന് പറയാൻ പറ്റിയൊരു സിനിമ. ഒരു നെഗറ്റീവും ഇല്ല. നോ ലാഡ്സ് എൻ്റെ സിനിമ, അനാവശ്യ പാട്ടുകളില്ല, അനാവശ്യ പാട്ടുകളൊന്നുമില്ല. ആണെങ്കിലും പേടിയോടെ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണുക. പടത്തിൽ ആയിരം പോസ്റ്റേഴ്സ് പറയാം. ഒന്ന്, മമ്മൂക്ക ആൻഡ് വിനായകൻസ് പെർഫോമൻസ് സൂപ്പർബായിട്ട് രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക പിന്നെ അറിയാമല്ലോ, വില്ലനായിട്ടാണ് സിനിമ ചെയ്യുന്നത്. വിനായകനാണ് നായകൻ. രണ്ടുപേരും പൊളിച്ചടിക്കുന്നുണ്ട്. പിന്നെ ആയിരം പോസ്റ്ററുകളുടെ പാട്ട് ബീജിയം സൂപ്പർബ്. പ്രത്യേകിച്ച് റെഡ് ബാക്ക് പാട്ട് ഒന്നുമില്ല, മമ്മൂക്കയുടെ മോളുടെ മോൻ എന്തുവാണ് അത് പാടിയിരിക്കുന്നത്, സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കളറിങ് വാസ് സൂപ്പർബ്, അതൊരു ഹൈലൈറ്റ് പോസിറ്റീവ് ആയിരുന്നു. പിന്നെ ആക്ഷൻ സീക്വൻസസ് വാസ് ഹൈലി പോസിറ്റീവ്, സിനിമാറ്റോഗ്രാഫി ആസ് highly positive, editing was highly positive, right story and screenplay was highly positive. It's based on true events. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് ഹൈലി പോസിറ്റീവ്സ്. ബാക്കിയെല്ലാം പോസിറ്റീവ്സാണ്. എന്തായാലും ഞാൻ കണ്ടത് 6 മണി കഴിഞ്ഞ് മാതേരി പോയിട്ടാണ് കണ്ടത്. ഐ ആം വെരി ഹാപ്പി ഫോർ ദിസ് മൂവി. എന്തായാലും ഇന്നലെ കണ്ടിട്ടെന്ന് 12 മണിക്ക് എൻ്റെ ബർത്ത്ഡേ മീൻസ് ഇന്ന് ബർത്ത്ഡേ ആണ് എൻ്റെ. എന്നിട്ട് ഞാൻ 12 മണിക്ക് അത് ഇട്ടിട്ട് എനിക്ക് ആദ്യം കൂടെ വരുന്നത് അപ്പോൾ 5 നിമിഷം പോയി കിട്ടി. ഐ ആം വെരി ഹാപ്പി. എന്തായാലും നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാമത്തെ ബൈ ബൈ ഡെൽറ്റ മസ്കസ്.